ഹലോ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വിശ്വാസത്തെക്കുറിച്ചിട്ടാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒത്തിരി നാൾ പ്രാർത്ഥിച്ചു, ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. അങ്ങനെ പ്രാർത്ഥനയിൽ മടുത്ത്, ഒന്നും നടക്കാത്തത് കാരണം പ്രാർത്ഥനയിൽ മടുത്ത്, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ഭാരപ്പെട്ട് നമ്മുടെ മുന്നിൽ ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ഒത്തിരി പ്രതിസന്ധികളുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, ദൈവവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ നമ്മൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി, അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി, അത് ദൈവത്തിന് നേരത്തെ അറിയാം. ദൈവവചനം പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. അപ്പോൾ നമ്മുടെ നിരൂപണങ്ങളെ അറിയുന്ന നല്ലൊരു കർത്താവിനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുന്നേ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ആഗ്രഹിക്കാൻ എനിക്ക് ഭയമായിരുന്നു. ആഗ്രഹിക്കുന്നതൊന്നും നടക്കത്തില്ല, അങ്ങനെയായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. ഞാൻ അതുകൊണ്ട് ആഗ്രഹിക്കാൻ എനിക്ക് പേടിയായിരുന്നു. എന്തെങ്കിലും നടക്കണമെന്നുണ്ട്, പക്ഷേ അതെനിക്ക് ആഗ്രഹിക്കാൻ പേടിയായിരുന്നു. നടക്കുന്നെങ്കിൽ നടക്കട്ടെ, അങ്ങനെയായിരുന്നു. ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം, വചനത്തിൻ്റെ ബോധ്യം എൻ്റെ അകത്ത് വന്നതിന് ശേഷം, കർത്താവ് പറയുന്നത്, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് തരുമെന്നാണ്. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരുമെന്നാണ്. ഹല്ലേലൂയ. നമ്മൾ പ്രത്യാശിക്കുന്ന, നമുക്ക് ആഗ്രഹം തരുന്നത് ദൈവമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്നല്ല. നമ്മൾ പിതാവിൻ്റെ മക്കളാണ്, നമ്മൾ യേശു രാജാവിൻ്റെ മക്കളാണ്. അപ്പോൾ നമുക്ക് വേണ്ടത്, നമ്മുടെ അപ്പന് നേരത്തെ അറിയാം. നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് നമ്മുടെ അപ്പന് നേരത്തെ അറിയാം. പക്ഷെ നമ്മൾ പറയുന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ പറയുന്നത്? ഞങ്ങളുടെ ആത്മീയ പിതാവ് ജോൺ ബ്രദർ എപ്പോഴും നമ്മളോട് ചോദിക്കും, നമുക്ക് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ സൊല്യൂഷൻ വചനത്തിലുണ്ട്. പക്ഷെ ആ സൊല്യൂഷൻസ് ഉള്ള ആ വചനം എത്രത്തോളം നമുക്കറിയാം? സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എൻ്റെ പ്രശ്നമെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനുള്ള സൊല്യൂഷൻസ് വചനത്തിലുണ്ട്. പക്ഷേ ആ വചനത്തെക്കുറിച്ച് എത്രത്തോളം നമുക്കറിയാം? അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവവചനമുണ്ടെങ്കിൽ നമ്മൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. വിശ്വാസത്തിൽ വരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ വചനത്തിൻ്റെ ആ ഒരു ബോധ്യമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആത്മീയ പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, പ്രാർത്ഥിക്കുന്നത് നമ്മൾ നീണ്ട കാലത്തെ പ്രാർത്ഥനയ്ക്ക് ഒടുവിലായിരിക്കും ചിലത് സംഭവിക്കുന്നതെന്നാണ്. അതായത് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ചിലത് ലഭിക്കത്തില്ല. നമ്മൾ ഉപവാസം എടുക്കണം, പ്രാർത്ഥിക്കണം, കരയണം, ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കി കണ്ണുനീരോട് കൂടി പ്രാർത്ഥിക്കണം. എങ്കിലും മാത്രമേ ചില ബന്ധനങ്ങൾ അഴിയത്തുള്ളൂ, എങ്കിലും മാത്രമേ നമ്മുടെ മുന്നിലായിരിക്കുന്ന ആ പ്രതിസന്ധികൾ നീങ്ങിപ്പോകത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ പ്രശ്നത്തിന് അത്രയും വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് ഒരു ചെറിയ ശക്തിയും പ്രശ്നത്തിന് വലുതുമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നേരം നമ്മളിരുന്ന്, കർത്താവേ തരണേ തരണേ തരണേ, ഇങ്ങനെ പ്രാർത്ഥിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കണം. 41 ദിവസം ഉപവാസം എടുത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. ഉപവാസം എടുക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ തെറ്റല്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഉപവാസം എന്ന് പറയുന്നത് കർത്താവിനോടൊപ്പം ഇരിക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നത് അറിയത്തില്ല, നമുക്ക് ഭക്ഷണം വേണമെന്ന് തോന്നത്തില്ല, നമുക്ക് ദാഹിക്കത്തില്ല, കർത്താവിനോടൊപ്പം അങ്ങനെ ഇരിക്കുവാനായി തോന്നും. അതാണ് ഉപവാസം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം ചെയ്യുന്നത് പോലെ, കർത്താവ് എനിക്ക് തരണേ തരണേ, എനിക്ക് തരുന്നത് വരെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ യേശുവിൻ്റെ അനുകാരികളാണ്. നമ്മൾ ക്രിസ്തുവേശുവിൻ്റെ പകരക്കാരാണ്. ക്രിസ്തുവേശുവിൻ്റെ പകരക്കാരായ നമ്മൾ ക്രിസ്തു ചെയ്തതുപോലെയാണ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കണം. നമ്മൾ യേശു എങ്ങനെയാണ്? യോഹന്നാൻ 14:12 വായിക്കുമ്പോൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ മക്കളും ചെയ്യണമെന്നാണ്. ഈ ലോകത്തിൽ എങ്ങനെ നമ്മൾ വാഴണം എന്നാണ് ബൈബിള് മുഴുവനും നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും ജീവിക്കണം എന്നല്ല ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ വാഴണം. അതുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. യേശു 5 അപ്പം എടുത്ത് 5000 പേർക്ക് കൊടുക്കുന്ന സമയത്ത് യേശു അത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. അപ്പോഴത് വർദ്ധിച്ചു.
അല്ലാതെ യേശു വാഴ്ത്തി നുറുക്കിയിട്ട് കുറച്ചു നേരം മാറ്റി വെച്ചിരിക്കാം, അത് വർദ്ധിച്ചു വരട്ടെ, എന്നിട്ട് പുരുഷാരത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ചില്ല. യേശു വാഴ്ത്തി നുറുക്കിയ നാഴികയിൽ തന്നെ അത് വർദ്ധിച്ചു വന്നു. അപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന നാഴികയിൽ തന്നെ ചിലത് ലഭിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന നാഴികയിൽ തന്നെ അത് സംഭവിച്ചു എന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയപ്പോൾ എങ്ങനെയായിരുന്നു? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1 വായിക്കുമ്പോൾ യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത് അവൻ്റെ മേൽ കൈനീട്ടി തൊട്ടു, സൗഖ്യമാകാ എന്ന് പറഞ്ഞു, ആ നാഴികയിൽ സൗഖ്യമായി എന്നാണ്. യേശു പലതും ചെയ്തതും നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മുന്നിൽ ദൈവം കാട്ടിത്തന്നതാണ്. ഇങ്ങനെ ഈ രീതിയിലാണ് ഈ ഭൂമിയിൽ വാഴേണ്ടതെന്ന് കാട്ടിത്തന്നതാണ്. അപ്പോൾ ദൈവവചനം പറയുന്നത്, പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും കിട്ടിയില്ല. ദൈവത്തിൻ്റെ വാക്കിനാൽ വല എറിഞ്ഞപ്പോൾ അവൻ്റെ വള്ളം നിറയുന്ന വിധത്തിൽ പെരുത്ത മീൻകൂട്ടം വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയണം, നമ്മൾ കൽപ്പിക്കണം, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ജോൺ ബ്രദർ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചത്, നമ്മളെന്ന് പറയുന്നത് രാജാവിൻ്റെ മക്കളാണ്. യേശുവിൻ്റെ മക്കളാണോ നമ്മൾ? അതെ, യേശുവിൻ്റെ മക്കളാണ്. യേശു ആരാണ്? രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, പ്രഭുക്കന്മാരുടെ പ്രഭുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരാണ്? രാജാവിൻ്റെ മക്കളാവുമ്പോൾ രാജകുമാരനും രാജകുമാരിയൊക്കെയാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഭിക്ഷക്കാരെ പോലെ രാജകുമാരൻ്റെ വേഷമൊക്കെ ധരിച്ച് രാജകുമാരൻ്റെ ആ ഇരിപ്പിടത്തിൽ ഇരുന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ദൈവമേ തരണേ തരണേ തരണേ. നമ്മുടെ വാല്യൂ നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്, നമ്മുടെ അധികാരം നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. നമ്മുടെ അധികാരം മനസ്സിലാക്കി നമ്മൾ ചിലതിനോട് കൽപ്പിക്കണം. നമ്മുടെ അധികാരം മനസ്സിലാക്കി അതുണ്ടാകട്ടെ എന്ന് പറയണം. ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് ചിലത് ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിന് കഴിയാത്തതായിട്ട് ഒരു കാര്യവുമില്ല. സകലതും ദൈവവചനത്തിന് സാധിക്കും. ഒന്നും ദൈവത്തിന് അസാധ്യമല്ലാത്ത ഒരു കാര്യവും ദൈവവചനത്തിലില്ല. യേശുവിൻ്റെ നാമത്തിൽ, പിതാവേ അങ്ങയുടെ പുത്രൻ്റെ നാമത്തിൽ ഞാനിത് കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മാറിപ്പോകും. നമുക്ക് വേണ്ടി മാത്രമല്ല, ദൈവം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മുടെ മേലെ അധികാരം തന്നിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത്, പിതാവേ അങ്ങയുടെ പുത്രൻ്റെ നാമത്തിൽ ഈ മകൻ സൗഖ്യമാകട്ടെ, പിതാവേ അങ്ങയുടെ പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രത്തോടെ ദൈവത്തിനോട് ചിലത് കൽപ്പിക്കുമ്പോൾ അത് ഉണ്ടായി വരാനായി തുടങ്ങും. അപ്പോൾ ഈ നാളുകളായിട്ട് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് എല്ലാം മടുത്ത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ിരിക്കുന്ന പലരോടും ഞാൻ പറയട്ടെ, യേശു 18 വർഷം കൂനിയായ ഒരു സ്ത്രീയെ ഒരു ഞൊടി നേരം കൊണ്ടാണ് സൗഖ്യമാക്കിയത്. യേശു 38 വർഷം ബെഥസ്ദാ കുളത്തിൽ കിടന്ന പക്ഷവാതക്കാരനെ ഒരു നിമിഷം കൊണ്ടാണ് സൗഖ്യമാക്കിയത്. നിന്റെ കിടക്ക എടുത്ത് നടക്കാ, വീട്ടിലേക്ക് പോകാ എന്ന് പറഞ്ഞപ്പോൾ അവൻ ആ സെക്കൻഡ് പോയെങ്കിൽ നമ്മൾ ചിലത് പറയുമ്പോൾ ആ സെക്കൻഡിൽ സംഭവിക്കും. ഞാനത് നേടിയെടുക്കും. എൻ്റെ ദൈവം എനിക്കത് തരും. ആഗ്രഹിക്കുന്നത് നമ്മൾ നടക്കുമ്പോൾ നടക്കട്ടെ എന്നല്ല പറയേണ്ടത്, ഞാനത് ചെയ്യും, ഞാനത് നേടിയെടുക്കും. എനിക്കൊരു ജോലി വേണം, എനിക്കൊരു ഭവനം വേണം, എനിക്കൊരു ഫാമിലി വേണം, എൻ്റെ കുട്ടികൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ കടഭാരം മാറണം, യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ എന്ന് പറയണം. നിങ്ങളുടെ ഹൃദയത്തിൽ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് കൽപ്പിക്കുക, എന്നാൽ അത് കടലിൽ ചാടി പോകുമെന്ന് പറഞ്ഞു. അത് ദൈവം പറഞ്ഞുവെങ്കിൽ പ്രശ്നങ്ങളെ നോക്കി കൽപ്പിക്കുക. ആ പ്രശ്നം നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രശ്നത്തിനെ നോക്കി കരയരുത്, പ്രശ്നത്തിനെ നോക്കി ചിരിക്കണം. കാരണം പ്രശ്നത്തെക്കാളും വലിയവനാ നമ്മുടെ കൂടെ വാഴുന്നത്. പ്രശ്നത്തെക്കാളും വലിയ ദൈവമാണ് നമ്മോട് കൂടെ വാഴുന്നത്. അതുകൊണ്ട് ആ പ്രശ്നത്തെ നോക്കി നമ്മൾ ചിരിക്കുകയാണ് വേണ്ടത്. ആ പ്രശ്നം നമ്മളെ വിട്ട് മാറിപ്പോകും. ദൈവത്തിനേക്കാളും വലുതല്ല പ്രശ്നം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ഭാരത്താലാണോ ഇരിക്കുന്നത്, എന്ത് പ്രശ്നത്താലാണോ ഇരിക്കുന്നത്, ദൈവവചനത്തിന് സൊല്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്തെടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഹോളി സ്പിരിറ്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഹോളി സ്പിരിറ്റ് ഇമ്പോർട്ടൻസ് നൽകുന്ന സഭകളിലേക്ക് നമ്മൾ പോകണം. അവിടെ നിന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ കർത്താവ് പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയിട്ട് കാര്യസ്ഥനെ അയക്കും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നാണ്. അതുകൊണ്ട് ഹോളി സ്പിരിറ്റ് അനോയിൻറ്റിംഗ് ഉള്ള സഭകളിൽ പോയി നിങ്ങൾ ആരാധിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവെ നീ എന്നിൽ വന്ന്
നിറയണം, ഇപ്പോൾ തന്നെ ആ പ്രശ്നങ്ങളുടെ മേൽ ഒരു സൊല്യൂഷൻ വേണം എന്ന് പറഞ്ഞാട്ടെ, ദൈവം അത് നിങ്ങളിൽ സാധിച്ചു തരാനായി തുടങ്ങും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ ദൈവത്തിനും കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ചിന്തകളെയും ഭാരങ്ങളെയും വിട്ടൊഴിഞ്ഞ് സന്തോഷത്തോടെ ആനന്ദത്തോടെ ആനന്ദിച്ചാട്ടെ, സന്തോഷിച്ചാട്ടെ. ദൈവം അതാണ് നമ്മുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുവാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.